മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കള് മാതാപിതാക്കളെ സ്നേഹപൂർവ്വം കരുതുന്ന, ദൈവതുല്യം കരുതുന്ന ചില കുടുംബങ്ങളുണ്ട്. അത്തരം ചില കുടുംബങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ എപ്പിസോഡിലൂടെ. ഇന്ന് നമുക്കൊരു നല്ല കുടുംബത്തെ പരിചയപ്പെടാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടപ്പള്ളി സെൻറ്റ് ജോർജ് ഫൊറോന ഇടവകയിൽപ്പെട്ട മേനാച്ചേരി ജോർജ് സാറിൻ്റെയും ലീലാമ്മ ടീച്ചറിൻ്റെയും കുടുംബമാണ്. ഈ രണ്ട് മാതാപിതാക്കളും റിട്ടയർ ചെയ്ത ഹെഡ് മാസ്റ്ററും ഹെഡ് മിസ്ട്രസുമാണ്. അധ്യാപക വൃത്തിയിൽ അനേകം ശിഷ്യസമ്പത്തുള്ള അവർക്ക് ദൈവം നൽകിയ രണ്ട് മക്കൾ. ആ മക്കളെ സ്നേഹം കൊടുത്ത്, വിശ്വാസം കൊടുത്ത്, അച്ചടക്കം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തി. അതുകൊണ്ട് മക്കൾ ഇന്ന് മാതാപിതാക്കളെ അതുപോലെ പരിഗണിക്കുന്നു. ആ കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് മേനാച്ചേരി ജോർജ് ലീലാമ്മ ദമ്പതികളുടെ ഭവനം. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് ജോർജ് സീറോ മലബാർ ഫൊറോന ചർച്ച് ഇടപ്പള്ളിയാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ജോർജ് ലീലാമ്മ ദമ്പതികൾ. പ്രാർത്ഥന നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണിവർ. പ്രിയ സഹോദരങ്ങളെ, 90 വയസ്സുള്ള നമ്മുടെ ജോർജ് സാറ്, ജീവിത പങ്കാളി ലീലമ്മ ടീച്ചറ് 85 വയസ്സ്. ഇവർ രണ്ടുപേരും ജീവിതം തുടങ്ങിയിട്ട് 58 വർഷമായി. നമുക്ക് ഇവരിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പം സാറ്, നിങ്ങളുടെ ജീവിതം ഒരുമിച്ച് ഉള്ള യാത്ര തുടങ്ങിയിട്ട് 58 വർഷമായി. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നമുക്ക് സംതൃപ്തിയും സന്തോഷവും ആണോ ഉള്ളത് എങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷവും സംതൃപ്തിയാണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഞങ്ങൾ തമ്മിലുള്ള ഐക്യമാണ്. ഏത് കാര്യത്തിലും ഞങ്ങൾക്കൊരു ഭിന്നഭിപ്രായമില്ല. എൻ്റെ അഭിപ്രായം ഭാര്യയ്ക്കുമുണ്ട്, ഭാര്യയുടെ അഭിപ്രായം എനിക്കുമുണ്ട്. ഞങ്ങളത് രണ്ട് അഭിപ്രായങ്ങളിലും സമന്വയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ കാതലായ പ്രശ്നം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മക്കളാണെങ്കിൽ തന്നെയും അവർ വളരെ സന്തുഷ്ടരായി കഴിഞ്ഞുകൂടുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ മക്കളുടെ കാര്യത്തിലും ഞങ്ങൾക്കൊരു ആകുലതയില്ല. മക്കളും ഞങ്ങളുടെ കുടുംബജീവിതവും അങ്ങനെ ഐശ്വര്യപൂർണ്ണമെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഏറെക്കുറെ ഐശ്വര്യപൂർണ്ണമായിട്ട് തന്നെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. ടീച്ചറോട് ഒരു കാര്യം ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഈ 58 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവം, സന്തോഷത്തിൻ്റെ ഒരു അനുഭവമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മനസ്സിനെ സ്പർശിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? മനസ്സിന് സ്പർശിച്ചതായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കുടുംബജീവിതം, പിന്നെ കാറ്റുങ്ങോളൊക്കെ ഉണ്ടാവും, കുറച്ചൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവുമല്ലോ. അത് കഴിയുമ്പോൾ പ്രശാന്തമായിട്ട് പോകും. എന്നല്ലാണ്ട് തിരുക്കുടുംബത്തിൻ്റെ ഒരു മാതൃകയിലെ കുടുംബം ഞാൻ പറയൂല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വഴക്കം ഒക്കെ എല്ലാവർക്കും സ്വാഭാവികമാണ്. അതൊരു സ്തുതിയായിട്ട് ഞാൻ പറയുമല്ല, അതൊരു നാച്ചുറലാണ്. ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെടാണ്ട് വരും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഭിപ്രായ ദിവസമൊക്കെ വരും. അതങ്ങനെ
ഒരു ഇതാണ്. സൗന്ദര്യപ്പടക്കം കുടുംബജീവിതത്തിന്റെ ഭാഗമാണ് അല്ലേ? അതുണ്ടാവുമല്ല. പിന്നെ പിള്ളേരുടെ കാര്യമൊക്കെ, പിന്നെ മക്കളെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പരിപൂർണ്ണ സംതൃപ്തിയാണ്. കാരണം രണ്ടുപേരും നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ആകുലത എന്ന് പറയാൻ ഒന്നുമില്ല. നമ്മൾ പുറകോട്ട് നോക്കുമ്പോഴേ ഒത്തിരി സംതൃപ്തി തോന്നുന്നുണ്ട്, സംതൃപ്തിയുണ്ട്. ഇപ്പം നമ്മൾക്ക് സമാധാനം, സന്തോഷമാണ്. അതെന്താണ് അതിൻ്റെ കാരണം? ഈ മക്കളുടെ സാന്നിധ്യവും അവരുടെ കരുതലും ഒക്കെ ഉണ്ട്. മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് മുമ്പോട്ട് പോകും. ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ വർക്കൊക്കെ ഉണ്ടാകും. ഞാൻ പറയും 90-ാം കാലത്ത് വർക്കടല്ലേ എന്നും പറഞ്ഞാൽ കളിയാകും. ഇപ്പോഴേക്ക് പെട്ടെന്ന് ദേഷ്യം പിന്നെ പ്രായമായോണ്ടാണ്ട. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയാം ഒന്നും ഉണ്ടായിരിക്കട്ടാ ദേഷ്യപ്പെടലേനും എന്നൊക്കെ ഇപ്പോൾ തമാശന് അങ്ങനെ കൊണ്ട് പറയുന്നല്ലാണ്ട്. പിന്നെ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറയും. അത് പുള്ളിക്ക് ഇഷ്ടമല്ല. നീ ഇപ്പോൾ എത്ര പ്രാവശ്യം പറയണ്ട ടൈപ്പ് റെക്കോർഡ് പോലെ. ഈ നമ്മുടെ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്നൊക്കെ പല കുടുംബങ്ങളിലും പ്രായമായ മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് സാറിൻ്റെ എന്തെങ്കിലും ഒരു സന്ദേശം അങ്ങനെയുള്ളവരോട് പറയാൻ? അതായത് ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് വിട്ടുവീഴ്ചയാണ്. ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെങ്കിൽ കുടുംബജീവിതം അലങ്കോലപ്പെടും. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതായ വലിയൊരു അനുഭവം അത് തന്നെയാണ്. ഇതാണ് വരാൻ പോകുന്നതായ തലമുറയ്ക്ക് എനിക്ക് കൊടുക്കാവുന്നതായ ഏറ്റവും വലിയ സന്ദേശം. ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ, മാതാപിതാക്കൾ പറഞ്ഞത് നമ്മൾ കേട്ടു. സാറ് ഷെയർ ചെയ്ത പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ന് എല്ലാ കുടുംബ ജീവിതത്തിലും ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് പറഞ്ഞത്. അതായത് ഭാര്യയും ഭർത്താവും പരസ്പരം ഒരൊറ്റ മനസ്സ്, ഒരൊറ്റ ചിന്ത അതായിരിക്കണം. ഒരൊറ്റ മനസ്സും ഒരു ചിന്തയുമാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയം. അത് സാറത് കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മനസ്ഥിതി, ഈഗോ ഇല്ലാതാക്കുക. അങ്ങനെ നല്ല ഒരു കുടുംബജീവിതം സന്തോഷകരമാക്കാൻ പറ്റുന്ന ഒരു നുറുങ്ങ് ചിന്തകളാണ് രണ്ടുപേരും പങ്കുവച്ചത്. മധുരം ജീവിത സായാഹ്നം. ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം. ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം. ഈ മാതാപിതാക്കൾ മക്കൾക്ക് എല്ലാമാണ്. അത് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തം. കർത്താവാം ദൈവം കരം പിടിക്കും. പ്രിയമുള്ളവരെ, മാതാപിതാക്കളുടെ മൂത്ത മകളാണ് മിനി. മിനിയുടെ ഭർത്താവ് സ്റ്റാൻലി. ഇവർക്ക് 2 മക്കൾ, അക്ഷയ, അലൻ. അക്ഷയ വിവാഹിതയായി, ഭർത്താവ് ജോയൽ. ഈ കുടുംബത്തിൻ്റെ ഒപ്പമാണ് മാതാപിതാക്കൾ ഇപ്പോൾ ആയിരിക്കുന്നത്. ഇവരുടെ കൂടുതൽ ശ്രദ്ധയും പരിഗണനയുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഇവരിൽ നിന്ന് തന്നെ. എൻ്റെ പേര് മിനി. ഞാനിവിടെ അപ്പച്ചൻ്റെ അമ്മയുടെ മൂത്ത മകളാണ്. എൻ്റെ ഭർത്താവാണത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 32 വർഷമായി. ഇപ്പോൾ അപ്പച്ചൻ്റെ അമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾ അറിയിക്കാതെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു മാതാപിതാക്കളാണ് അവർ ഞങ്ങൾക്ക് വേണ്ടി എന്തിനും വളരെയധികം ഞങ്ങളെ മക്കളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന ഒത്തിരി ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മക്കളെ നോക്കുന്നതിലും കാര്യത്തിലും അവർ വളരെയധികം ശ്രദ്ധാലുക്കളാണ് അവർ ഞങ്ങളെ സ്നേഹിച്ചതിൻ്റെ ഒരു 10% 100-1 ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അവരെപ്പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി സ്നേഹസമ്പന്നരായ മാതാപിതാക്കളാണ് അവർ. ഞങ്ങളെ മക്കളെ അങ്ങനെ വഴക്ക് പറയുകയോ അടിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എല്ലാ ദിവസവും അവർ രാത്രി ഒരു 45 മിനിറ്റോളം ഉണ്ടാവും അവരുടെ പ്രാർത്ഥന. അതൊരു കൊന്തയിലോ അല്ലെങ്കിൽ ചെറിയൊരു പ്രാർത്ഥനയിലോ തീരുന്ന കാര്യമല്ല അത്.
ഞങ്ങളുടെ മക്കളെയും അപ്പോൾ അവരുടെ മക്കളെയും മരുമക്കളെയും പേരക്കിടാങ്ങളെയും എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ കാര്യങ്ങളും അതും ആ സമയത്ത് അവർ പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഞങ്ങളിങ്ങനെ മക്കൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ജീവിച്ചു പോകുന്നത് തന്നെ എന്നാണ് ഞങ്ങളുടെ അങ്ങനെ തന്നെയാണത്. അപ്പച്ചനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പുള്ളീനെ പറ്റി സംസാരിക്കുമ്പോൾ പുള്ളീനെ അനുഭവിച്ചറിയണം. അതാണ് അതിൻ്റെ ഒരു ഇത്. വളരെ സ്നേഹസമ്പന്നനായ ഒരു അപ്പച്ചനാണ്. കാരണം എന്ന് വെച്ചാൽ എന്ത് ഇതുണ്ടെങ്കിലും പുള്ളിക്ക് ടെൻഷനില്ലാതെ വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും സിമ്പിൾ ഇതിൽ എടുത്ത് ചെയ്യണ ഒരാളാണ്. ഇത് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയും നല്ല ഒരു അപ്പച്ചനെ ഞാൻ വേറെ ആരുടെ അപ്പച്ചനും വരെ കണ്ടിട്ടില്ല. ആ ഒരു രീതിയാണ് അപ്പച്ചൻ്റേത്. ഒരു കാരണവശാലും പുള്ളിക്കാരൻ ഒന്നും തന്നെ പറയില്ല. എന്തെങ്കിലും നമ്മുടെ തെറ്റുപറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ മാറ്റി നിർത്തിയേ പറയുള്ളൂ. അത് ബാപ്പു അതൊന്ന് നോക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേ പുള്ളി ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളൂ. വളരെ സ്നേഹസമ്പന്നനാണെന്ന് പറഞ്ഞാൽ ഞാൻ 3-4 പ്രാവശ്യം പറയണം. അതേമാതിരി തന്നെ അമ്മച്ചിയുടെ കാര്യവും. അമ്മച്ചിയും വളരെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയും കണ്ടും, അപ്പച്ചൻ്റെ കാര്യമാണെങ്കിലും വളരെ നോക്കിയും കണ്ടുമാണ് അവർ രണ്ടുപേരും ഞങ്ങളുടെ അടുത്ത് പെരുമാറുന്നതും. ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു അപ്പച്ചനെ ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. ഇത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ ഒരേ ഒരു മോനാണ്. ഇപ്പോൾ 24 വർഷങ്ങളായി അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. ഭാര്യ ആശ, ഒരു മോളുണ്ട് ഹോപ്പ്. ഇവർ കുടുംബസഹിതം അമേരിക്കയിലാണ്. പക്ഷേ പിതാവിൻ്റെ 90 വയസ്സ് പൂർത്തിയായതിൻ്റെ ആഘോഷം മക്കൾ അടിപൊളിയാക്കി. അതിനുവേണ്ടി വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് മകൻ വരാറുണ്ട്, ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ക്രമീകരിക്കാറുമുണ്ട്. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. എൻ്റെ പേര് വിനു. ഞാൻ അപ്പച്ചനെ അമ്മച്ചിയുടെ 2ാമത്തെ മകനാണ്. ഞാൻ 10-24 വർഷമായിട്ട് അമേരിക്കയിലാണ്. അതിനെപ്പറ്റി ഞാൻ ഒന്ന് പറഞ്ഞതാണ്. അപ്പച്ചനെ അമ്മച്ചിയെ പറ്റി പറയാനാണെങ്കിൽ ഞാനിപ്പോൾ ഈ നിലയിൽ എത്തി നിൽക്കുന്നതിൻ്റെ പുറകിൽ അവരുടെ പ്രയത്നവും കഷ്ടപ്പാടുമാണ്. അതിലെനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ എനിക്ക് അപ്പച്ചനെ അമ്മച്ചിയെ കുട്ടികളുടെ ഏറ്റവും ഒരു ഈ നല്ല മൂല്യങ്ങൾ വളരാനും, ഞാൻ എൻ്റെ ചേച്ചിയെ നല്ല മൂല്യങ്ങൾ വളർത്താനും ദൈവവിശ്വാസത്തിലെല്ലാം വളർത്താനും അവരുടെ പ്രയത്നമാണ് അതിൻ്റെ പുറകിൽ. പിന്നെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെ പഠിപ്പിച്ച് നടത്തുന്നത് എല്ലാം ഷെയർ ചെയ്യാനാണ്. ഫാമിലി ആണെങ്കിലും എന്താണെങ്കിലും ഷെയർ ചെയ്ത് വളർത്താനാണ് പഠിച്ചിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതാണ് ഞാൻ എൻ്റെ മകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും അവരെ വിളിക്കും. രാവിലെ ജോലിക്ക് പോകുമ്പോൾ സംസാരിക്കും, അവരുടെ വിശേഷങ്ങൾ അറിയും. പ്രത്യേകിച്ച് അപ്പച്ചനെ പറ്റി പറയാനാണെങ്കിൽ അപ്പച്ചനെ വളരെ നിസ്വാർത്ഥമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എപ്പോൾ വിളിച്ചാലും എന്നെ പറ്റിയുള്ള കാര്യങ്ങളാണ് അപ്പച്ചൻ ചോദിക്കുന്നത്. അപ്പച്ചനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും ഇങ്ങോട്ട് അസുഖമാണെന്നോ ഒന്നും പറയില്ല. കാരണം ഞാൻ അത്ര ദൂരെ ആയിരിക്കുന്നതുകൊണ്ട് എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്, എനിക്കറിയാം. അപ്പോൾ അപ്പച്ചൻ്റെ കാര്യങ്ങൾ ചോദിക്കാത്ത എന്നെ പറ്റി ചോദിക്കും, അവിടുത്തെ ക്ലൈമറ്റും ജോലിയും കാര്യങ്ങളും. സോ എവറി ഡേ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് കൂടെയാണ് എൻ്റെ ജീവിത ഡേ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇതുപോലെ ഇവിടെ നിൽക്കാൻ പറ്റുന്നതും ഇതുപോലെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നതും. എൻ്റെ പേര് അനു എന്നാണ്. ഞാൻ വിനുവിൻ്റെ വൈഫാണ്. ഞങ്ങൾ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. എനിക്കും ഹോപ്പനും ഈ പ്രാവശ്യം നാട്ടിൽ വരാൻ പറ്റിയില്ല അപ്പച്ചൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന്. പക്ഷേ എനിക്ക് നാട്ടിൽ നിൽക്കാനും പറ്റിയില്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാൾ. പക്ഷേ അപ്പച്ചനും അമ്മച്ചിയും ഇവിടെ 1 വർഷം ഉണ്ടായിരുന്നു. ഹോപ്പ് ജനിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പോയി. ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. ഹോപ്പിനെ ഒരുപാട് നന്നായിട്ട് കെയർ ചെയ്യുമായിരുന്നു അപ്പച്ചനും അമ്മച്ചിയും. ഞങ്ങൾക്ക് കുറേ നല്ല 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 ഫുഡുകൾ കുക്ക് ചെയ്ത് തരുമായിരുന്നു. പിന്നെ ഞങ്ങൾ നാട്ടിൽ വിളിക്കുവാണെങ്കിലും എപ്പോഴും നാട്ടിൽ വരുവാണെങ്കിലും നാട്ടിൽ നിന്ന് അപ്പച്ചനും അമ്മച്ചിയും വിളിക്കുവാണെങ്കിലും എപ്പോഴും ഞങ്ങളുടെ ഞങ്ങളുടെ കാര്യങ്ങളും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഞാൻ അപ്പച്ചന് ഇനിയും ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബർത്ത്ഡേ എല്ലാവരുടെയും കൂടെയും ആഘോഷിക്കാനുള്ള അനുഗ്രഹങ്ങൾ കിട്ടട്ടെ ഞാൻ വിഷ് ചെയ്യും. എൻ്റെ പേര് അലൻ. ഞാൻ SSC വിദ്യാലയ പബ്ലിക് സ്കൂളിൽ പഠിക്കണം, ചെമ്പുമുക്ക് കാക്കനാട്. ഞാൻ അപ്പാപ്പയുടെ അമ്മാമ്മയുടെ 3ാമത്തെ പേരക്കുട്ടിയാണ്. മിനിയുടെയും സ്റ്റാൻലിയുടെയും ഇളയ മോൻ. അപ്പാപ്പ കുറേ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഞാൻ അപ്പാപ്പ വല്ലപ്പോഴും ഷോപ്പിങ്ങിന് പോകാറുണ്ട് ലുലുവിലൊക്കെ. അപ്പോൾ അപ്പാപ്പ എന്ത് വേണമെന്ന് ചോദിക്കാറുണ്ട്, അപ്പം മേടിച്ചു തരാറുണ്ട്. പിന്നെ അപ്പാപ്പയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. പിന്നെ അപ്പാപ്പ എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അമ്മാമ്മനെ കുറിച്ച് പറയുവാണെങ്കിൽ അമ്മാമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. ഇപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലെങ്കിൽ അവിടെ നിന്നേക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരണം. പിന്നെ സ്കൂളിൽ പോകാനായിട്ടും വല്ലപ്പോഴും അമ്മാമ്മയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരണം. പിന്നെ അമ്മാമ്മ സ്നേഹത്തിലൊക്കെ സംസാരിക്കണം. അമ്മാമ്മ പറഞ്ഞാൽ എന്തുകൊണ്ട് അനുസരിക്കാറുണ്ട്. എൻ്റെ പേര് അക്ഷയ. ഞാൻ അപ്പാപ്പയുടെ അമ്മാമ്മയുടെ ആദ്യത്തെ പേരക്കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഇവിടെ ഒരുപാട് എല്ലാവരും പുന്നാരിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടെ ചെറുപ്പം മുതൽ അമ്മയും ബാബയൊക്കെ പുറത്ത് പോകുമ്പോഴാണെങ്കിലും അമ്മ ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ഇവിടെയാണ് എന്നെ ആക്കാറുള്ളത്. അപ്പോൾ അപ്പാപ്പനും അമ്മാമ്മയും എനിക്ക് കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മാമ്മ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പാപ്പയാണെങ്കിലും ഒരുപാട് എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ ട്യൂഷനൊക്കെ കൊണ്ടുപോയിരുന്നത് ചില സമയത്ത് ഇപ്പോൾ ബാബയും അമ്മയും ഇല്ലെങ്കിൽ എന്നെ ട്യൂഷന് കൊണ്ടാക്കാറുള്ളതൊക്കെ അപ്പാപ്പയാണ്. പിന്നെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത് എനിക്ക് 8th 9th 10th അപ്പാപ്പയാണ് എന്നെ ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിച്ചത്. അപ്പാപ്പ ഇത്രയും നല്ലോണം പഠിപ്പിക്കുമെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. കാരണം സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാളും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് കെമിക്കൽ റിയാക്ഷനും ഇക്വേഷൻ ബാലൻസിങ് ഒക്കെ അപ്പാപ്പ പഠിപ്പിച്ച് തന്നപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി. അമ്മാമ്മയാണെങ്കിൽ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചോദിക്കും. ഇപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിലും എങ്ങനെയാണ് പോണേ, അവിടെ നിന്ന് എത്ര മണിക്ക് ഇറങ്ങാൻ പറ്റും, ഒരുപാട് ലേറ്റ് ആവുമോ, ഷിഫ്റ്റ് ഉണ്ടാവുമോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പാപ്പനും അമ്മാമ്മയും രണ്ടുപേരും ചോദിക്കും. ഭയങ്കര സ്നേഹമാണ് രണ്ടാൾക്കും. അപ്പാപ്പയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പാപ്പയുടെ കാര്യങ്ങൾ ചോദിക്കുന്നതിനേക്കാളും നമ്മുടെ കാര്യങ്ങൾ ചോദിക്കും. Hi, my name is Hope. I'm Apapa and Mama's grandchild. I live in America and I study in the 12th grade. My favorite memory of Apapa and Mama is just playing with them when I come home. I don't get to go back to India very often, so whenever I get to see them, it's a lot of fun. എൻ്റെ പേര് ജോയൽ. ഞാൻ അപ്പാപ്പയുടെയും അമ്മാമ്മയുടെയും ആദ്യത്തെ പേരക്കുട്ടി അക്ഷയുടെ ഹസ്ബൻഡാണ്. ഞാനിവിടെ വീട്ടിലേക്ക് വന്നിട്ട് ഏകദേശം 1 കൊല്ലം ആവണുള്ളൂ. ഞാൻ അപ്പാപ്പയെ പരിചയപ്പെട്ട തൊട്ട് ഒരു നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. അധികം റാഷായിട്ടോ ഉറക്കുകയോ അധികം സംസാരിക്കില്ല, ശാന്തമായി സംസാരിക്കുന്ന ഒരു വ്യക്തി. പിന്നെ ഞാൻ അപ്പാപ്പയെ എപ്പോൾ കണ്ടാലും ഒരു ചെറിയ ചിരി ഉണ്ടാവും അപ്പാപ്പയുടെ മുഖത്ത്. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്തായാലും രാവിലെ തന്നെ അപ്പാപ്പ ഈ വാഴത്തോപ്പിലും അവിടേക്കും പോയി ഈ കൃഷിയായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും നിൽക്കും. അപ്പോൾ ഞാൻ അപ്പാപ്പയുടെ നിന്ന് വർത്താനൊക്കെയും പറയും. ഒരു പ്രായമുള്ള ആൾക്കാരോട് എന്തോരം നേരം നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് മാറ്റി മറിച്ച് അപ്പാപ്പയാണ്. കാരണം അപ്പാപ്പയോട് നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞാൽ സമയം പോകണമെന്ന് അറിയില്ല. അപ്പാപ്പ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രായമുള്ള ആളെ പോലെയല്ല, ഓരോ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവാണ്, നമ്മളെക്കാളും കൂടുതൽ അറിവാണ്. അമ്മാമ്മ എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് കുറച്ച് ആങ്സൈറ്റി, ഒരു അമ്മയുടെ ശരിക്കും പ്രകൃതം, മക്കൾ പോയി വരാറായി കഴിഞ്ഞാൽ വന്നില്ലേ, അവരെന്ത്, എവിടെ പോയി, അങ്ങനെയൊക്കെയും ചോദിക്കുന്നൊരു പ്രകൃതമാണ്. അപ്പോൾ ഈ രണ്ടാരും എല്ലാവരോടും വളരെ സ്നേഹമാണ്. ഈ ചെറിയ കാലയളവിൽ തന്നെ രണ്ടുപേരും ഞങ്ങളുടെ മനസ്സിൽ കയറി പറ്റി. അപ്പോൾ അക്ഷയ പറഞ്ഞ കാഴ്ചപ്പാടിലാണ് എനിക്ക് അമ്മാപ്പനെയും അമ്മമ്മനെ അറിയുള്ളൂ. അത് പൂർണ്ണമായി ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു. അവർ പറഞ്ഞു അപ്പാപ്പ അമ്മ ഭയങ്കര സ്വീഫ്റ്റാണ്, അതുപോലെ പാവമാണ്. അതുപോലെ തന്നെയാണ് രണ്ടുപേരും. ഇപ്പോൾ എന്നോടായാലും ഞാൻ അവിടെ വന്നു കയറിയാൽ ഭയങ്കര സ്നേഹത്തോടെയാണ് എപ്പോഴും സംസാരിച്ചിരിക്കുന്നത്. അമ്മാമ്മയാണെങ്കിലും അപ്പാപ്പയാണെങ്കിലും ഇവരോട് കാണിക്കുന്ന അതേ വാത്സല്യ സ്നേഹം തന്നെ എന്നോടും കാണിക്കുന്നത്. അതുപോലെ തന്നെ വളരെ സന്തോഷവാനാണ് ഞാൻ. രണ്ടുപേരും ഇതുപോലെ തന്നെ പോകണമെന്ന് തന്നെ ആശംസിക്കുകയാണ്. ഈ മേനാച്ചേരി കുടുംബത്തെ ഏറ്റവും നന്നായി അറിയുന്നത് ഇടവകയുടെ വികാരിയാണ്. സെൻറ്റ് ജോർജ് ഫൊറോന ഇടവകയുടെ അസിസ്റ്റന്റ് വികാരി നിഖിൽ പടയാട്ടി അച്ഛൻ ഇപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ നിഖിൽ പടയാട്ടി. ഇടപ്പള്ളി സെൻറ്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൻ്റെ അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് ഇപ്പോൾ സേവനം ചെയ്യുകയാണ്. ഇടപ്പള്ളി പള്ളിയുടെ കീഴിലുള്ള സെൻറ്റ് പൈസ് യൂണിറ്റിലെ അംഗങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ഏട്ടനും ലീലാമ്മച്ചിയും. രണ്ടുപേരും യൂണിറ്റുകളിലൊക്കെ ഒത്തിരി വരികയും അവിടെ വെച്ച് കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ജോർജ് ഏട്ടനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. പള്ളിയുടെ തന്നെ കീഴിലുള്ള സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൽ ഏറെ നാൾ അധ്യാപകനായും കെമിസ്ട്രി അധ്യാപകനായും പിന്നീട് സെൻറ്റ് പൈസ് ഗേൾസ് ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്ററുമൊക്കെയായി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതൃക പിഞ്ചെന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളും
വളരെയേറെ എല്ലാവിധ സഹകരണങ്ങളും പള്ളിയുമായും ഇടവകയുമായും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് നൽകുവാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളായ വിനുവും മിനിയും രണ്ടുപേരെയും വളരെ നല്ല രീതിയിൽ തന്നെ പരിചയമുണ്ട്. ഒത്തിരി സ്നേഹത്തോടു കൂടി ജോർജ് ഏട്ടനും ലീലാമ്മച്ചിക്കും തങ്ങളുടെ ഈ കുടുംബത്തിൽ സന്തോഷപൂർവ്വമായിട്ട് തങ്ങളുടെ ഈ ജീവിതം ആസ്വദിക്കുന്നതിന് ആശംസകൾ നൽകുകയാണ്, പ്രാർത്ഥനകൾ നേരുകയാണ്. ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥന ഇവർ ഒരുമിച്ചപ്പോൾ തുടങ്ങിയതാണ്. ഇന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തിൻ്റെ കാരണം ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. മീട്ടും സംഗീതം ഈ കൂടിച്ചേരൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ്. ഇതാണ് മേനാച്ചേരി കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. തീന്മേശയിലും ഇവർ സ്നേഹത്തോടെ ഒന്നിക്കുന്നു, പങ്കുവയ്ക്കുന്നു. പ്രായമായ മാതാപിതാക്കളോട് മക്കൾ എങ്ങനെ പെരുമാറണം, അവരെ എങ്ങനെ കരുതണം, എങ്ങനെ സ്വർഗതുല്യമായ ഒരു അനുഭവം കുടുംബത്തിൽ കെട്ടിപ്പടുക്കാം എന്ന ഒരു നല്ല സന്ദേശം അഭിമന്യ പിതാവ് ഇപ്പോൾ നൽകുന്നത് നമുക്ക് കേൾക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. ഒരു മനുഷ്യൻ ആദ്യം കാണുന്നത് തൻ്റെ അമ്മയുടെ മുഖമാണ്, ആദ്യം ശ്രവിക്കുന്നത് അമ്മയുടെ ശബ്ദമാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിന് തൻ്റെ അമ്മയുടെ മുഖമാണ് ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള മുഖം. തൻ്റെ അമ്മയുടെ ശബ്ദമാണ് ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള വോയിസ്. കാരണം അതാണ് ആദ്യം കേൾക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ കുഞ്ഞ് അമ്മയുടെ ശബ്ദം കേൾക്കുന്നു. ഒരു അമ്മ എന്ന് പറയുന്നത് പകരം വെക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾക്ക് ലോകത്ത് വേറെ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. ചിലപ്പം അമ്മമാർ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചെന്ന് വരില്ല. പ്രായമാവുമ്പോൾ അവർ നമ്മുടെ കൺട്രോളിൽ ഇങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ നന്മയായിരിക്കും ആഗ്രഹിക്കുന്നത്. എന്നാൽ അവരതുപോലെ അങ്ങ് ശ്രദ്ധിച്ചെന്ന് വരില്ല. പക്ഷെ എന്നാലും നമ്മുടെ ആ കടമ, മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. അങ്ങനെ മാതാപിതാക്കളെ നമുക്ക് സംരക്ഷിക്കാം, അവരെ സ്നേഹിക്കാം, അവരുടെ സ്നേഹം അനുഭവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, സന്തോഷമുള്ള ഒരു കുടുംബം, സമാധാനമുള്ള കുടുംബം, പരസ്പരം അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന, സഹകരിക്കുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന കുടുംബം, കൂട്ടായ്മയുടെ ഒരു അന്തരീക്ഷം, അതാണല്ലോ സ്വർഗം. നസ്രസിലെ കുടുംബത്തിൻ്റെ മറ്റൊരു പതിപ്പാണെന്ന് ഞാൻ പറഞ്ഞത് വളരെ ശരിയാണ്. വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, ചിട്ടയായ ജീവിതത്തിൽ ഒക്കെ നല്ല രീതിയിൽ മക്കളെ വളർത്തി, മക്കളെ നെഞ്ചോട് ചേർത്ത് നിർത്തി. അതുകൊണ്ട് മക്കൾ ഇന്ന് മാതാപിതാക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ദൈവം ഓരോ മനുഷ്യനെ നോക്കിക്കാണുന്ന പോലെ ഇവർ പരസ്പരം നോക്കുന്നു. അതുകൊണ്ടുള്ള ആ കൂട്ടായ്മയുടെ സന്തോഷത്തിൻ്റെ അനുഭവമാണ് ഈ കുടുംബത്തിലുള്ളത്. നമുക്കിത് നഷ്ടപ്പെടുത്താതിരിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ജീവിതം കൊണ്ട് തീർത്താൽ തീരില്ല മാതാപിതാക്കളോടുള്ള കടപ്പാട്. അത് മനസ്സിൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുന്ന മക്കൾക്കും സ്നേഹം കൊടുത്തു വളർത്തിയ ഈ മാതാപിതാക്കൾക്കും മേനാച്ചേരി കുടുംബത്തിന് ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു.
ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡ് കൂടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു നല്ല കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.